സോഷ്യൽ സയൻസിന്റെ ക്ലാസ് ഇന്നലെ എടുത്ത ചാപ്റ്റേഴ്സിന്റെ പുറമെ ഇന്ന് പുതിയൊരു ചാപ്റ്ററും കൂടി ടീച്ചർ എടുക്കുന്നുണ്ട്. അതിൽ ഇന്നലെ എടുത്ത കാര്യങ്ങൾ കുറെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ല എന്നൊക്കെ കേൾക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് നിങ്ങൾക്ക് അത് കൂടി ഒന്ന് ശ്രദ്ധിക്കാം. കൂട്ടത്തിൽ പുതിയൊരു ചാപ്റ്ററും കൂടി ടീച്ചർ ഇന്ന് എടുക്കും എന്ന് പറയുന്നുണ്ട്. കറണ്ട് അഫയേഴ്സിന്റെ കാര്യം പറയും. നിങ്ങൾക്ക് ടീച്ചർ അവിടെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നോട്ട് ചെയ്ത് വെക്കാം. ചില സമയത്ത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ എന്തിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ഇത് അയച്ചു തരും. അപ്പോൾ ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. എന്തെങ്കിലും സംശയത്തിന്റെ ടീച്ചർ നമ്പർ ഇന്നലെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് ടീച്ചർ വീണ്ടും നിങ്ങൾക്ക് ആ നമ്പർ തരും. പിന്നെ സോഷ്യൽ സയൻസിന്റെ മറ്റ് ടീച്ചേഴ്സും നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ട്. നിങ്ങൾക്ക് ഗ്രൂപ്പിലൂടെയൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയം തീർക്കാൻ പറ്റും. ഞാൻ ആദ്യം ഒരു സ്റ്റാർട്ടിംഗ് എന്നുള്ള നിലക്ക് ഒരു ചെറിയ ചോദ്യം നിങ്ങൾക്ക് തരികയാണ്. ആ ചോദ്യം ഇതാണ്: 100നും 200നും ഇടയിൽ, ബിറ്റ്വീൻ 100 and 200, 100നും 200നും ഇടയിൽ സം ഓഫ് ഡിജിറ്റ്സ്, അക്കങ്ങളുടെ തുക, 100നും 200നും ഇടയിൽ സം ഓഫ് ഡിജിറ്റ്സ് 10 കിട്ടുന്ന എത്ര സംഖ്യകളുണ്ട്? ഹൗ മെനി നമ്പേഴ്സ് ബിറ്റ്വീൻ 100 and 200 whose sum of digits is 10? കമന്റ് ചെയ്തു. 109 ആണ്. ഇവിടെ സം ഓഫ് ഡിജിറ്റ്സ് 9, 1, 10 ആണ്. അത് നിങ്ങൾക്ക് അറിയാം. രണ്ടാമത്തെ നമ്പർ 118 ആണ്. ഇവിടെയും 8, 9, 1, 10 ആണ്. മൂന്നാമത്തെ നമ്പർ 127 ആണ്. ഇവിടെയും 7, 3, 10 ആണ്. ഈ സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ അക്കങ്ങളുടെ തുകയാണ്. ആദ്യത്തെ കൂട്ടലിന് കിട്ടുന്നതാണല്ലോ അക്കങ്ങളുടെ തുക. അതാണ് സം ഓഫ് ഡിജിറ്റ്സ്. അപ്പൊ 9, 1, 10, 8, 2, 10. ഇങ്ങനെയുള്ള എത്ര നമ്പേഴ്സ് 100നും ഇടയിലുണ്ട് എന്നാണ് എന്റെ ചോദ്യം. ടൈപ്പ് ചെയ്യുന്നുണ്ടോ കുട്ടികൾ? ഞാൻ ഇവിടുന്ന് കാണുന്നില്ല, അതുകൊണ്ടാണ് ടൈപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് കോഹോസ്റ്റിനോട് ചോദിക്കുന്നത്. എത്രയാണ് കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നത്? 109, 118, 127. ഇത് നല്ല രസത്തിലായി പോകുന്നു, നോക്കിക്കോളൂ. പിന്നെ 136. ആദ്യം എല്ലാം 1 ആണ്. പിന്നെ നിങ്ങൾക്ക് 0, 1, 2, 3. അടുത്ത ഏതായിരിക്കും പറയൂ? 1, 4, 5 ആണ്. അടുത്തത് ഏതായിരിക്കും? 1, 5, 4 ആണ്. അടുത്തത് ഏതായിരിക്കും? 163 ആണ്. അടുത്തത് ഏതായിരിക്കും? 172 ആണ്. അടുത്തത് ഏതായിരിക്കും? 181. അടുത്ത ഏതായിരിക്കും? 190. എന്ത് രസമാണ് ആ കാര്യം കാണാൻ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 100നും 200നും ഇടയിൽ ഇതാണ്. അപ്പൊ ടീച്ചറുടെ സോഷ്യൽ സയൻസ് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഇന്ന് നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഞാൻ തരികയാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് കഴിഞ്ഞാൽ എനിക്ക് നേരിട്ട് വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ചോദ്യം വെച്ചിട്ട് ഗ്രൂപ്പിലൂടെ കമന്റ് ചെയ്യാം. ചോദ്യം ഇതാണ്: 100നും 1000നും ഇടയിൽ, 100നും 1000നും ഇടയിൽ സം ഓഫ് ഡിജിറ്റ്സ്, അക്കങ്ങളുടെ തുക 10 കിട്ടുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട്? അപ്പം സാർ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ ക്ലാസ് കേൾക്കാൻ പറ്റാത്ത കുട്ടികളും അതുപോലെ തന്നെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് ആദ്യം തൊട്ട് പറയേണ്ടത്. അതുകൊണ്ട് ഇന്നലെ ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികൾ ഇതിലുണ്ടാവും. അപ്പൊ അവർ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പറയുന്ന കാര്യങ്ങള് അത് ചോദ്യരൂപത്തിലാവുമ്പോൾ അതിന് നിങ്ങളൊരു ആൻസർ സ്വന്തമായിട്ടൊന്ന് എഴുതാൻ, ഒരു ടെസ്റ്റ് പോലെ ഇതിനെ കാണാം. അപ്പോൾ ടെസ്റ്റ് ആയിട്ട് ഇതിനെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ആൻസേഴ്സ് എത്ര എഴുതാൻ പറ്റും എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം. അതാണ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് കുറച്ചിടയ്ക്ക് റിപ്പീറ്റേഷൻ വരുന്നതുകൊണ്ട് ചില ആളുകൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ഇന്നലെ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്ക് ആ കാര്യം പറയേണ്ടതായിട്ടുണ്ട്. അത് പറഞ്ഞതിന് ശേഷം സെക്കൻഡ് ചാപ്റ്ററും കൂടെ ഞാൻ പറയും. കുറച്ച് പുതിയ കറണ്ട് അഫയേഴ്സും ഇന്നലെ പറഞ്ഞ കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തും. അപ്പം നമുക്ക്
ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. സാർ കോസ്റ്റ് ആക്കിയ കുട്ടികളുണ്ടല്ലോ, അവർ മെസ്സേജ് ചെയ്താൽ മതി. ഇന്നലെ നിങ്ങൾ ഈ സ്ക്രീൻ കാണുന്നുണ്ടോ എല്ലാവരും? യെസ് മാം, കാണാം. ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ എല്ലാവർക്കും? ക്ലിയർ ആണ്. ഓക്കെ. ഇന്നലെ ഞാൻ നിങ്ങളോട് സ്റ്റാർട്ട് ചെയ്ത പാലിയോളിത്തിക്, നിയോളിത്തിക്, മെസോളിത്തിക്, ചാൽക്കോളിത്തിക് സൈറ്റുകളെ കുറിച്ചാണ്. അപ്പം ഇന്നലെ ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികളുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, ആ ഓരോ സൈറ്റും എവിടെയാണ്, ഏതൊക്കെയാണ് ആ സൈറ്റ് എന്നുള്ളതൊന്ന് സ്വന്തമായിട്ടൊന്ന് എഴുതാൻ ശ്രമിക്കുക. അപ്പം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഈ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ഇന്നലെ കാണാത്ത കുട്ടികളുണ്ടാവും, വരാത്ത കുട്ടികളുണ്ടാവും. ഈ ചിത്രങ്ങളിൽ നിങ്ങളോട് ചോദിക്കാം, ദ പാലിയോളിത്തിക് സൈറ്റ് റിലേറ്റഡ് ടു എ പിക്ചർ റിലേറ്റഡ് ടു ഗ്രൂപ്പ് ഡാൻസ്. അത് എവിടെയാന്ന് ചോദിക്കാം. എവിടെയാണത്? ഇന്നലെ പറഞ്ഞതാണ് ബിംബേഡ്ക. ഓക്കെ, ബിംബേഡ്ക ഏത് കൺട്രി ആണെന്ന് ചോദിക്കാം. ഏത് കൺട്രിയാണ്? ഇന്ത്യ. ബിംബേഡ്ക മധ്യപ്രദേശാണ്. ഇന്ത്യയിൽ എവിടെയാണ്? മധ്യപ്രദേശ്. മധ്യപ്രദേശ്. ഓക്കെ. നിങ്ങളോട് ചോദിക്കാം, ഹണ്ടിഗ് റിലേറ്റഡ് പിക്ചർ എവിടെയാണത്? അതും ബിംബേഡ്ക തന്നെയാണ് അല്ലേ? ആ ചിത്രങ്ങൾ കണ്ടല്ലോ. ചിത്രങ്ങൾ ചോദിക്കണമെന്നില്ല, ആ ഒരു ഹണ്ടിങ് എന്നുള്ള കാര്യം, ആ ബിംബേഡ്ക ഇന്ത്യ മധ്യപ്രദേശ്, ഇങ്ങനെ ഷോർട്ടായിട്ട് വേണം നിങ്ങളെ മനസ്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാന്, കൊണ്ടുവരാന്. പിന്നെ ബോറിന്റെ ചിത്രം കണ്ടല്ലോ, അൾട്ടാമിറ സ്പെയിൻ. ഇടയ്ക്ക് നിങ്ങളോട് ചോദിക്കാം, ഇങ്ങനെ ഒരു ബോറിന്റെ ചിത്രം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡാൻസിന്റെ ചിത്രം, ഇത് ഏത് ഏജുമായി റിലേറ്റഡ് ആണ്? പാലിയോളിത്തിക് ആണോ, നിയോളിത്തിക് ആണോ, മെസോളിത്തിക് ആണോ? അങ്ങനെ ചോദിക്കാം. അങ്ങനെയും ചോദ്യങ്ങൾ വരാം. അപ്പൊ ഇവിടെ ഏതാണ്? പാലിയോളിത്തിക് റിലേറ്റഡ് ആണ്. ബോർ അൾട്ടാമിറ സ്പെയിനിലാണ്. പിന്നെ ബിസൺ എവിടെയാണുള്ളത്? സൗത്ത് ഫ്രാൻസിലാണ്. ഇത്രയും ചിത്രങ്ങള് ഞാൻ ഇന്നലെ നിങ്ങളോട് സൂചിപ്പിച്ചതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങള് ഇന്നലെ ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികളില്ലേ, അവരൊന്ന് കൃത്യമായിട്ടൊന്ന് പഠിക്കുക. അപ്പോഴേക്കും ഇന്നലെ അറ്റൻഡ് ചെയ്യാത്ത കുട്ടികളുണ്ടല്ലോ, അവർക്ക് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ ഞാനൊന്ന് പറയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. അതേപോലെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ഈ ചോദ്യങ്ങൾ ഇതിലുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട്, ചോദ്യ രൂപത്തിലും ഞാൻ ഇപ്പൊ തരാം. ശ്രദ്ധിക്കാം. ഇതിൽ ഇന്നലെ നമ്മൾ പഠിച്ചത് പാലിയോളിത്തിക് സൈറ്റ് ആണ്. ഇന്നലെ ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികൾ ഞാൻ പറഞ്ഞു പാലിയോളിത്തിക് സൈറ്റിന് ഏതൊക്കെ പാലിയോളിത്തിക് സൈറ്റ് ആണ് നിങ്ങൾക്ക് ഓർമ്മ ഉള്ളത്, അതൊന്ന് എഴുതാൻ ശ്രമിക്കുക. മാം, സ്ക്രീൻ ഷെയർ ആവുന്നില്ല. സ്ക്രീൻ ഷെയർ ആവുന്നില്ല? ഇല്ല. ആവുന്നുണ്ടോ? ഇപ്പൊ ആവുന്നുണ്ടോ? ഓക്കെ. ഇന്നലെ ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികള് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പാലിയോളിത്തിക് സൈറ്റ് എന്നൊന്ന് അതിൽ ടൈപ്പ് ചെയ്യേ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് എഴുതേ ഒക്കെ ഒന്ന് ചെയ്യൂ. ഏതാണ് പാലിയോളിത്തിക് സൈറ്റ്? ഈ ഒരു മാപ്പ് നിങ്ങൾക്ക് കാണാമല്ലോ. ഇന്നലെ വ്യത്യസ്തമായിട്ടാണ് ഇത് വരുന്നത്. നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം ഏതൊക്കെ സൈറ്റാന്നുള്ളത്. ഇതില് ഞാൻ അതിന്റെ ലിസ്റ്റ് തരാം. ഇത് കണ്ടോ? ബിംബേഡ്ക, നർമ്മദ വാലി, നാഗാർജുൻ കൊണ്ട, ഹൻസ്കി, കുർനൂൽ കേവ്സ്, ഇതൊക്കെയാണ് പാലിയോളിത്തിക് സൈറ്റ്, മേജർ പാലിയോളിത്തിക് സൈറ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? പാലിയോളിത്തിക് എന്നുള്ളതിന്റെ പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങൾ ഏതെല്ലാം എന്നതാണ്. ബിംബേഡ്ക, നാഗാർജുൻ കൊണ്ട, നർമ്മദ വാലി, ഹൻസ്കി, കുർനൂൽ കേവ്സ്. അങ്ങനെയാണെങ്കിൽ ഇന്നലെ ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് അറിയാം ഇതൊക്കെ ഏത് സ്റ്റേറ്റ് റിലേറ്റഡ് ആണ്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? അതൊന്ന് ഐഡന്റിഫൈ ചെയ്യാം, അതൊന്ന് എഴുതുക. ഞാൻ പറയാം. ബിംബേഡ്ക ഏതാണ് സ്റ്റേറ്റ്? ആരെങ്കിലും ഒരാൾ പറയൂ. മധ്യപ്രദേശ്.
നാഗാർജുൻ കൊണ്ട ഏതാണ്? ആന്ധ്രാപ്രദേശ്. വെരി ഗുഡ്, ആന്ധ്രാപ്രദേശ്. നർമ്മദ വാലി ആന്ധ്രാപ്രദേശ്. നർമ്മദ വാലി ആന്ധ്രാപ്രദേശ് ആണോ? മധ്യപ്രദേശ് അങ്ങോട്ടേക്കല്ലേ വരുന്നത്? നോക്കൂ, ഗുജറാത്ത് മധ്യപ്രദേശ് ഭാഗത്തായിട്ടാണ് വരുന്നത്. ഹൻസ്കി കർണാടക. ഓക്കെ, ഗുഡ്. കുർണൂൽ കേസ് ആന്ധ്ര. ഓക്കെ, ഗുഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഒന്നുകൂടെ ഇപ്പൊ പറഞ്ഞ കുട്ടിയില്ലേ, ഒന്ന് പറയോ, ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയോ? ബിംബേഡ്ക മധ്യപ്രദേശ്, അങ്ങനെ ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കോ അവർക്കൊന്ന്? ബിംബേഡ്ക മധ്യപ്രദേശ്, നർമ്മദ വാലി മധ്യപ്രദേശ് ആൻഡ് ഗുജറാത്ത്, നാഗാർജുന കൊണ്ട ആന്ധ്രാപ്രദേശ്, കുർണൂൽ കേവ്സ് ആന്ധ്രാപ്രദേശ്, ഹംപി കർണാടക. ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് അതിൽ പറയുന്നുണ്ടോ, ടൈപ്പ് ചെയ്യുന്നുണ്ടോ ഇക്കാര്യത്തില്? നിങ്ങളോട് ഞാൻ ഈ ചാപ്റ്ററിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് അറിയാലോ. മാമത്തിനെ കുറിച്ച് പറഞ്ഞു അല്ലെ? ഏത് സയന്റിസ്റ്റ് ആണ് ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തിയത്? വിച്ച് സയന്റിസ്റ്റ്? ടോറി ഹെറിഡ്ജ് റിലേറ്റഡ് ടു ദ മാമൂത്ത് എക്സ്പെരിമെന്റ്. ഇങ്ങനെ ഷോർട്ടാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ഈ ഒരു പേരാണ് ഈ ഭാഗത്തുനിന്ന് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം ഇവിടെയാണ്. മെസോളിത്തിക് ഏജ് ഇസ് ഓൾസോ നോൺ ആസ് മൈക്രോളിത്തിക് ഏജ്. എന്തുകൊണ്ടായിരിക്കാം? ആരെങ്കിലും പറയൂ, ആൻസർ പറയാൻ പറ്റുന്നവർ പറയൂ, വേറൊരാൾ പറയൂ. ഷാർപ്പ് ടൂൾസ് ഉപയോഗിക്കാൻ തുടങ്ങി. യെസ്, ഷാർപ്പ് പോയിന്റഡ് ടൂൾസ് ആണ് അല്ലെ, മുനയുള്ള ആയുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടാണ് എന്ത് പറയാൻ കാരണം, മെസോളിത്തിക് ഏജിനെ മൈക്രോളിത്തിക് ഏജ് എന്ന് പറയാൻ കാരണം. അപ്പൊ മെസോളിത്തിക് ഏജ് ഇസ് ഓൾസോ നോൺ ആസ് മൈക്രോളിത്തിക് ഏജ്. അതാണ് അവിടെ നോട്ട് ചെയ്യേണ്ട പേരുള്ളൂ, വേറെ ഒന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മള് മേജർ മെസോളിത്തിക് സൈറ്റുകളാണ് ഏതൊക്കെയാണ്? ബാഗോർ, ആദംഗർ. ബാഗർ രാജസ്ഥാൻ, ആദംഗർ മധ്യപ്രദേശ്. വിച്ച് ആർ ദ മേജർ മെസോളിത്തിക് സൈറ്റ് ഇൻ ഇന്ത്യ? ഏതൊക്കെയാ? ബാഗർ, രാജസ്ഥാൻ, ആദംഗർ മധ്യപ്രദേശ്. ഇതുവരെ സംശയം ഉണ്ടോ ആർക്കെങ്കിലും? നോ മാം. Please note the term Neolithic Revolution. First of all, who used the term Neolithic Revolution? Golden child. Yes, Golden Child. Golden Child ആണ് നവീന ശിലായുഗ വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് അല്ലേ? ഓക്കെ, ടു ഫേമസ് വർക്ക് ഓഫ് ഗോൾഡൻ ചൈൽഡ്. പ്രധാനപ്പെട്ട അതെ, What happened in the history? Yes, Man Makes Himself and What Happened in History. അത് രണ്ടു വർക്കും ആരുതാണ്? ഗോൾഡൻ ചൈൽഡിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഇടയ്ക്കൽ കേസാണ് അല്ലെ. നമ്മളെ കേരളത്തിലെ വയനാട് ജില്ലയിലെ ഇടയ്ക്കൽ കേസിലെ ചിത്രങ്ങളാണ്. കേവ് പെയിന്റിങ്സ് ആണ്, ഗുഹാചിത്രങ്ങളാണ്. ഈ ഇടയ്ക്കൽ കേവ് എന്ന് പറയുന്നത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് വയനാടാണ്. അങ്ങനെയാണെങ്കിൽ ഏത് ശിലായുഗമായിട്ടാണ്, വിച്ച് ഏജ് ആണ് അത്? നിയോളിത്തിക് ആണോ, പാലിയോളിത്തിക് ആണോ, മെസോളിത്തിക് ആണോ, നവീന ശിലായുഗമാണോ? നിയോളിത്തിക്. നവീന ശിലായുഗവുമായി റിലേറ്റ് ചെയ്ത ഒരു സൈറ്റാണ് ഇടയ്ക്കൽ കേവ്. ഇനി ഈ ചാപ്റ്ററിൽ നിങ്ങൾ നോക്കാനുള്ള ഞാൻ പറഞ്ഞതാണ് വേറൊരു നിയോളിത്തിക് സൈറ്റ് തന്നെയാണ് ലേക്ക് വില്ലേജ്. ലേക്ക് വില്ലേജ് ഇസ് റിലേറ്റഡ് ടു നിയോളിത്തിക് ഏജ്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ സ്വിറ്റ്സർലാൻഡ് അല്ലെ. സ്വിറ്റ്സർലാൻഡിലെ തടാക ഗ്രാമങ്ങൾ, മലയാള മീഡിയം സ്റ്റുഡൻസിനാണ്. സ്വിറ്റ്സർലാൻഡിലെ തടാക ഗ്രാമങ്ങളുടെ ചിത്രങ്ങളാണ്. ഇത് നവീന ശിലായുഗവുമായി റിലേറ്റഡ് ആണ്, നിയോളിത്തിക് സൈറ്റ് ആണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇവിടെ മറ്റൊന്നുണ്ട്, ജെറിച്ചോ. ജെറിച്ചോ എവിടെയാണ്? പാലസ്റ്റീൻ ആണ്. ഈ രണ്ട് കാര്യങ്ങൾ ഇന്നലെ റിപ്പീറ്റ് ചെയ്തതാണ്. ജാർമോ, ദ എവിഡൻസ് ഓഫ് ജാർമോ, ഇതും നിയോളിത്തിക് ഏജ് റിലേറ്റഡ് ആണ്. ജാർമോ ഇൻ നോർത്തേൺ ഇറാഖ് ആണ്. നോർത്തേൺ ഇറാഖ്, ജാർമോ സിറ്റുവേറ്റഡ് ഇൻ നോർത്തേൺ ഇറാഖ്. നിയോളിത്തിക് ഏജിന്റെ പ്രധാനപ്പെട്ട എവിഡൻസസ് ഒക്കെ ആ കാലഘട്ടത്തിലെ ആളുകൾ ജീവിച്ചിരുന്നതിന്റെ എവിഡൻസസ് ഒക്കെ നൽകുന്ന ഒരു കേന്ദ്രം കൂടിയാണ് ജാർമോ.
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ ഏകദേശം പഠിക്കാനുള്ളത്. അങ്ങനെ പിന്നെതാ ചാൽക്കോളിത്തിക്കൊണ്ട് അതിലെന്താ പറയാനുള്ളത് നോക്കൂ. പ്രധാനപ്പെട്ട സൈറ്റുകളും കൂടെ ഞാൻ തരാം. ഇപ്പം ഈ ഒരു മാപ്പൊക്കെ ശ്രദ്ധിക്കുക. അതിൽ ഒരുപാട് പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഈ ഭാഗത്തു നിന്നാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ ഭാഗത്തുള്ള ചോദ്യങ്ങൾ ധാരാളമായിട്ട് കണ്ടിട്ടുണ്ട്. എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഗോൾഡൻ ചൈൽഡിന്റെ ചോദ്യമൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ പാലിയോളിത്തിക് സൈറ്റ്, നിയോളിത്തിക് സൈറ്റ്, മെസോളിത്തിക് സൈറ്റ്, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാനുള്ളത് വരും. അല്ലെങ്കിൽ ഇത് ഏത് രാജ്യത്താണ്, ഏത് സ്റ്റേറ്റിലാണ്, ഇതൊക്കെ ചോദിക്കും. അപ്പൊ ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ എങ്ങനെയാ വരാന്ന് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാം. ഇന്നലെ അറ്റൻഡ് ചെയ്ത കുട്ടികൾ ഈ ചോദ്യം കേൾക്കുമ്പോൾ സ്വന്തമായിട്ടൊന്ന് ആൻസർ ചെയ്യാൻ ഒന്ന് എഴുതാൻ ശ്രമിക്കുക. അറ്റൻഡ് ചെയ്യാത്ത കുട്ടികൾ അതൊന്ന് നോട്ട് ചെയ്യുക. എല്ലാവരുടെ കയ്യിലും ബുക്കും പെന്നും ഒക്കെ ഉണ്ടാവണം കേട്ടോ. ഓക്കെ. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? മിസ് കാണുന്നുണ്ട്. ഇന്നലെ അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് അറിയാം. പ്രാചീന ശിലായുഗവുമായി റിലേറ്റ് ചെയ്ത സൈറ്റുകളാണ് ഭീംബേഡ്ക, നർമ്മദ താഴ്വര, നാഗാർജുൻ കൊണ്ട, ഹൻസ്കി, കുർനൂൽ. ഇതിപ്പോ നമ്മൾ തൊട്ട് മുൻപ് ഇന്നത്തെ ക്ലാസ്സിലും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. ദ സൈറ്റ് റിലേറ്റഡ് ടു മെസോളിത്തിക് ഏജ്, അതും പറഞ്ഞു. ബഹർ, രാജസ്ഥാൻ, ആദംഗഡ്, മധ്യപ്രദേശ്. അതുകൂടെ ഒന്ന് എഴുതിയെടുക്കുക. എഴുതാത്ത കുട്ടികൾ, അല്ലാതെ എഴുതിയ ഇന്നലെ അറ്റൻഡ് ചെയ്ത കുട്ടികൾ സ്വന്തമായിട്ടൊന്ന് അത് എഴുതാൻ ശ്രമിക്കുക, അത് നോക്കാതെ. ഓക്കെ. ഈ നവീന ശിലായുഗ സൈറ്റാണ്. അതിൽ ഞാൻ പ്രധാനപ്പെട്ടത് മാത്രം നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ടതിന്റെ പേരുകളാണ് ഞാൻ എടുത്തു പറയുന്നത്. എടയ്ക്കൽ, പയ്യമ്പള്ളി, ബ്രഹ്മഗിരി, മാസ്കി, നാഗാർജുൻ കൊണ്ട, ഉത്തനൂർ, ചിരാന്ത്, മെഹർഗഡ്. അപ്പൊ ഇങ്ങനെ ചില പേരുകൾ, കോൽദിവ. അപ്പൊ ആദ്യം പറഞ്ഞ പേരുകളൊക്കെയാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ടോ? ആർക്കെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്നുണ്ടോ? എന്താ ഡൗട്ടോ എന്തെങ്കിലും? ഓക്കെ. എടയ്ക്കൽ, പയ്യമ്പള്ളി, ബ്രഹ്മഗിരി, മാസ്കി, നാഗാർജുൻ കൊണ്ട, ഉത്തനൂർ, ചിരാന്ത്, മെഹർഗഡ്. ഒരുപാട് പേരുണ്ട് ഇനിയും. പ്രധാനപ്പെട്ടതെങ്കിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. അതാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. എല്ലാം പഠിച്ചാൽ നല്ലതാണ്. ഓക്കെ. ഇനി താമ്രശിലായുഗം ചാൽക്കോളിത്തിക് ഏജുമായി റിലേറ്റ് ചെയ്ത സൈറ്റുകളാണ് മെഹർഗഡ്, ഏറാൽ, ചിരാന്ത്, ദൈമാബാദ്, കിലുണ്ട്. മെഹർഗഡ് ഒക്കെ ശ്രദ്ധിക്കുക. ചിരാന്ത്, ദൈമാബാദ് ഇതൊക്കെ ചോദിക്കുന്ന ആണ്. താമ്രശിലായുഗം ചാൽക്കോളിത്തിക് ഏജുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. ഇത്രയും കാര്യങ്ങൾ ആരെങ്കിലും ഇനി എഴുതിയെടുക്കാത്തതോ മനസ്സിലാവാത്തതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യണേ. ആ കോസ്റ്റ് ആയ സ്റ്റുഡന്റ് ഒന്ന് പറയാമോ മോനെ? ഇനി ഞാൻ പറയുന്നത് ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? മുന്നോട്ട് പോവല്ലേ? ഈ രാജ്യങ്ങളാണ് ഇതുമായി റിലേറ്റ് ചെയ്ത രാജ്യങ്ങൾ. ലെസ്കോ, ഫ്രാൻസ്, ഭീംബേഡ്ക, ഇന്ത്യ. അൾട്ടാമിറ, സ്പെയിൻ. ഷോവെ, ഫ്രാൻസ്. എടയ്ക്കൽ, ഇന്ത്യ. ജാർമോ, ഇറാഖ്. ജെറീക്കോ, ഇറാഖ്. ചാദൽ ഹൊയൂക്ക്, ടർക്കി. മെഹർഗഡ്, പാകിസ്ഥാൻ. ബുർസാഹ, കശ്മീർ. ഓക്കെ. ഇനി ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. ഇങ്ങനെയും ചോദിക്കും. ലെസ്കോ ഏത് ശിലായുഗവുമായി റിലേറ്റഡ് ആണ്? ലെസ്കോൽ എവിഡൻസസ് ഏത് ശിലായുഗവുമായി റിലേറ്റഡ് ആണ്? പാലിയോളിത്തിക് ഏജ് അഥവാ പ്രാചീന ശിലായുഗം. ഭീംബേഡ്ക ഏതാണ്? പ്രാചീന ശിലായുഗം, പാലിയോളിത്തിക് ഏജ് ആണ്. അൾട്ടാമിറ പ്രാചീന ശിലായുഗം, പാലിയോളിത്തിക് ഏജ്. ഷോവെ ഇസ് റിലേറ്റഡ് ടു പാലിയോളിത്തിക് ഏജ്. എടയ്ക്കൽ നവീന ശിലായുഗം അഥവാ നിയോളിത്തിക് ഏജ്.
ജാർമോ ആൻഡ് ജെറിക്കോ ഓൾസോ നിയോളിത്തിക് ഏജ്, നവീന ശിലായുഗമാണ്. പിന്നെന്താണ് ചാതൽ ഹൊയൂക്ക്, താമ്രശിലായുഗമാണ്, ചാൽക്കോലിത്തിക് ആണ്. മെഹഗഡ് നവീന ശിലായുഗം. ബുർസഹ രണ്ടിലും വരുന്നുണ്ട്, താമ്രശിലായുഗത്തിന്റെ തെളിവുകളുമുണ്ട്, നവീന ശിലായുഗത്തിന്റെ തെളിവുകളുമുണ്ട്. ചിലപ്പം അങ്ങനെ നിങ്ങൾ കൺഫ്യൂഷൻ ആക്കുന്ന വിധത്തിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തില്ല എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പൊ ഓപ്ഷൻസ് ക്ലിയർ ആയിട്ട് നോക്കുക, എന്നിട്ട് ആൻസർ ചെയ്യാം. നമുക്ക് കുറച്ച് ചോദ്യങ്ങളിലേക്ക് പോവാം. ഇത് ആരെങ്കിലും എഴുതിയെടുക്കാത്തുണ്ടോ, മനസ്സിലാവാത്തുണ്ടോ? ഉണ്ടോ? ആരെയും ടൈപ്പ് ചെയ്യുന്നുണ്ടോ? ഇല്ല മാം. എല്ലാവർക്കും മനസ്സിലായി. ഓക്കെ, ഇന്നലെ എടുത്തതുകൊണ്ട് കുറെ ഡൗട്ട് ഉണ്ടാവില്ല അല്ലേ? അപ്പൊ നമുക്കൊരു ടെസ്റ്റ് പേപ്പർ ആണെന്ന് ചെയ്യുന്നത്. കാണുന്നുണ്ടല്ലോ അല്ലെ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ? യെസ് മാം. ഓക്കെ. ലെസ്കോ കേവ് ഇസ് സിറ്റുവേറ്റഡ് ഇൻ, ലെസ്കോ ഗുഹ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നിങ്ങൾക്ക് ചോദ്യം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ? അപ്പൊ അറിയുന്നവര് ആദ്യത്തെ ഒരു 11 ക്വസ്റ്റ്യൻ ഒക്കെ അതിൽ കാണാം അല്ലെ? 11 ക്വസ്റ്റ്യൻ കാണാം. 11 അല്ല, അതാ 13 14 ക്വസ്റ്റ്യനോളം കാണാൻ പറ്റുന്നുണ്ട് അതിൽ അല്ലെ? അതൊന്ന് എഴുതാൻ ശ്രമിക്കുമോ? സ്ക്രീന് ക്ലിയർ ആണല്ലോ അല്ലെ? പ്രാചീന ശിലായുഗ കേന്ദ്രമായ ഭിംബേഡ്ക ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഭിംബേഡ്ക is situated in which state? അതുപോലെ തന്നെ കല്ലുകൊണ്ട് നിർമ്മിച്ച വാസസ്ഥലങ്ങൾ ഏത് പ്രദേശത്താണ്? എടക്കൽ കേരളം. നാഗാർജുൻ കൊണ്ട എവിടെയാണ്? അതിൽ ഓപ്ഷൻസ് ഉണ്ട്, ആ ഓപ്ഷൻസ് ഏതെങ്കിലും ഒന്ന് എഴുതാം. അപ്പൊ പറഞ്ഞ കാര്യങ്ങളാണ് ചോദ്യരൂപത്തിൽ തരുന്നത്. അടുത്തത് പ്രാചീന ശിലായുഗ കേന്ദ്രമായ ഹൻസ്കി ഏത് സംസ്ഥാനത്താണ്? അടുത്ത ചോദ്യം, സൂക്ഷ്മവും മുനയുള്ളതുമായ ആയുധങ്ങൾ, ഷാർപ്പ് ആൻഡ് പോയിന്റഡ് ടൂൾസ് ഉപയോഗിച്ച കാലഘട്ടം ഏതാണെന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മധ്യശിലായുഗ കേന്ദ്രമായ ബാഹർ രാജസ്ഥാനുമായി ബന്ധപ്പെട്ടതുപോലെ ആദംഗഡ് ഇസ് റിലേറ്റഡ് ടു വിച്ച് സ്റ്റേറ്റ്? നിയോളിത്തിക് റവല്യൂഷൻ എന്ന് പറഞ്ഞത് ആരാണ്? നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ച ഹിസ്റ്റോറിയൻ ആരാണ്? ചരിത്രകാരൻ ആരാണെന്നാണ് ചോദ്യം. അടുത്ത ചോദ്യം, വാട്ട് ഹാപ്പൻഡ് ഇൻ ഹിസ്റ്ററി, ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്? ഫേമസ് വർക്ക് ഓഫ് ആരതാണത് അറിയാലോ, എഴുതട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മെൻ മേക്ക് ഹിംസെൽഫ്, മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്ന ചരിത്ര ഗ്രന്ഥത്തിന്റെ കർത്താവ്? അടുത്ത ക്വസ്റ്റ്യൻ, നവീന ശിലായുഗ സാങ്കേതിക പുരോഗതിയുടെ ഉദാഹരണമായ തടാക ഗ്രാമങ്ങൾ. ഞാൻ പറഞ്ഞതാണ് ലേക്ക് വില്ലേജ് അല്ലെ, സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നുള്ളത്. അടുത്ത ചോദ്യം, നവീന ശിലായുഗത്തിലെയും താമ്രശിലായുഗത്തിലെയും തെളിവുകൾ ലഭിച്ചിട്ടുള്ള പ്രധാന കേന്ദ്രമായ ചാതൽ ഹൊയൂക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അടുത്ത ചോദ്യം, ചാതൽ ഹൊയൂക്ക് ടർക്കിയാണ്. മെഹർഗഡ് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഏത് രാജ്യമാണെന്നാ ചോദിച്ചു. രാജ്യം കൊടുത്തിട്ടുണ്ട്, അയാളുടെ സ്റ്റേറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ, രാജസ്ഥാനൊക്കെ. പിന്നുള്ളത് ഇറാഖിലെ ജാർമോ ഇസ് റിലേറ്റഡ് ടു വിച്ച് ഏജ് ഓഫ് സിവിലൈസേഷൻ? ശിലായുഗമാണോ അല്ലെങ്കിൽ ഏത് ശിലായുഗമാണ്? പാലിയോലിത്തിക് ആണോ, നിയോളിത്തിക് ആണോ, മെസോളിത്തിക് ആണോ, ചാൽക്കോലിത്തിക് ആണോ? ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യ പേപ്പറാണിത്. ഇതിന്ന് നിങ്ങൾക്ക് ചോദ്യം എന്തായാലും ഉണ്ടാവും. അപ്പൊ ഞാൻ ഉത്തരം ഞാൻ പറയുന്നില്ല, ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കാം. ലെസ്കോ ചോദിക്കട്ടെ, എല്ലാരും എഴുതിയല്ലോ അല്ലെ? ആരെങ്കിലും ഒന്ന് റിപ്ലൈ തരുമോ? ആരെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണ്ടോ? ഇല്ല മിസ്സേ.
ഓക്കെ. എന്നാൽ ലെസ്കോ ഗുഹ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഫ്രാൻസ്. ആരാ ടൈപ്പ് ചെയ്ത്? ഫ്രാൻസ്. സെക്കൻഡ് ആൻസർ എന്താ വരുന്നത്? ബിംബേഡ്ക. ബിംബേഡ്ക ഏത് സംസ്ഥാനത്ത്? മധ്യപ്രദേശ്. ഓക്കെ. കല്ലുകൊണ്ടുള്ള വാസസ്ഥലങ്ങൾ എവിടെയാണ്? ബിംബഡ്ക. ഓക്കെ. എടക്കൽ കേരളമാണ്. നാഗാർജുൻ കൊണ്ട എവിടെയാണ്? ആന്ധ്രാപ്രദേശ്. ഓക്കെ. പ്രാചീന ശിലായുഗ കേന്ദ്രമായ ഹൻസ്കി ഏത് സംസ്ഥാനത്താണ്? ഹൻസ്കി. അനദർ വൺ ആൻസർ ചെയ്യോ? കർണാടക. പറഞ്ഞ ആളല്ല. കർണാടക. ഓക്കെ. പ്രാചീന ശിലായുഗ കേന്ദ്രമായ ഹൻസ്കി കർണാടകയാണ്. നെക്സ്റ്റ് ആൻസർ എന്താണ്? ഷാർപ്പ് പോയിന്റ് ടൂൾസ് ഏ ശിലായുഗമായി റിലേറ്റ്? മെസോളിത്തിക് ഏജ്. മെസോലിത്തിക് ഏജ്. മെസോളിത്തിക് ഏജ് അഥവാ മധ്യശിലായുഗം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ആദംഘട്ട്. ആദംഘട്ട് മധ്യപ്രദേശ്. മധ്യപ്രദേശ് കറക്റ്റ് ആണ്. 8th വൺ നിയോളിത്തിക് റവല്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത്? ഗോൾഡൻ ചൈൽഡ്. അതെ, ഗോൾഡൻ ചൈൽഡ്. വാട്ട് ഹാപ്പൻ ഇൻ ഹിസ്റ്ററി? ആരാണ് എഴുതിയത്? Golden ചരിത്രത്തിൽ എന്ത്? ഗോൾഡൻ ചൈൽഡ്. മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു. മാൻ മേക്ക് ഹിംസെൽഫ്. ആരുതാണ്? ഗോൾഡൻ ചൈൽഡ്. ഗോൾഡൻ ചൈൽഡ്. ഓക്കെ. ചാദൽ ഹൊയുക് ടർക്കിയാണ്. മെഹർഘട്ട് എവിടെയാണ്? ബലൂചിസ്ഥാൻ അല്ലേ? എവിടെയാണ്? ബലൂചിസ്ഥാൻ. ഇറാഖിലെ ജാർമോ ഏത് ശിലായുഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജാർമോ. ചാൽക്കോലിത്തിക് ഏജ്. ജാർമോയോ? ജാർമോ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ? ആരെ കറക്റ്റ് ആൻസർ പറയൂ? ആരാ പറഞ്ഞു? നിയോളിത്തിക് ഏജ് ആണ് ജാർമോ കേട്ടോ, തെറ്റിക്കരുത്. ഇനി സെക്കൻഡ് ചാപ്റ്ററിലെ കുറച്ച് ചോദ്യങ്ങളാണ്. അതിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ ഈ പ്രാവശ്യത്തെ എക്സാമിന് വേണ്ടിയിട്ട്. സെക്കൻഡ് ചാപ്റ്റർ ഒക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് സെക്കൻഡ് ചാപ്റ്റർ ഒക്കെ ഉണ്ട് ഫസ്റ്റ് ടൈമിന്റെ എക്സാമിന്. അപ്പൊ എല്ലാവരും പഠിച്ചതായിരിക്കും. അപ്പൊ ആദ്യം ഞാൻ ആൻസർ പറയൂല, ചോദ്യം മാത്രം വായിക്കുള്ളൂ. ആൻസർ നിങ്ങളൊന്ന് എഴുതാൻ ശ്രമിക്കുക. എന്നിട്ട് ഞാൻ ഇതിനെ കുറിച്ചിട്ട് സെക്കൻഡ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളും പറയാം. തുടങ്ങട്ടെ? ആർക്കും ആദ്യത്തിൽ ഡൗട്ട് ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? യെസ് മാം. ഓക്കെ, ഗുഡ്. നമുക്ക് തുടങ്ങാം. മെസ്സപ്പെട്ടോമിയൻ രേഖകളിൽ മലൂഹ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏതാണ്? അവിടെ താഴെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ, അതൊന്ന് വായിക്കാം. ആൻസർ മാത്രം എഴുതിയാൽ മതി. ചോദ്യം ഞാൻ ഗ്രൂപ്പിൽ അയക്കാം. ഞാൻ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് അയക്കാന്ന് കരുതിയിട്ടാണ്. മെലൂഹ. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. ഇൻഡസ് വാലി സിവിലൈസേഷനെ റിലേറ്റ് ചെയ്ത ചോദ്യമാണ്. സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. സിന്ധു നദീതട സംസ്കാരത്തിൽ ആദ്യം കണ്ടെത്തിയ നഗരം? ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഫസ്റ്റ് ഡിസ്കവർ ചെയ്ത നഗരം ഏതാണ്? സിറ്റി ഏതാണെന്നാണ് ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹരപ്പയിലെ ഉയർന്ന മൺകൂന കണ്ടെത്തിയത് ആരാണ്? ചോദ്യം അത്ര ഇമ്പോർട്ടൻ്റ് ആയി ചോദിച്ചിട്ടില്ല. മെലൂഹ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ്. അതുപോലെ സിന്ധു നദീതട സംസ്കാരത്തിൽ ആദ്യം കണ്ടെത്തിയ നഗരം, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യമാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ. ഹരപ്പയിലെ വിപുലമായ ഉത്ഖനനം നടത്തിയത് ആരാണ്? മിസ് ഇംഗ്ലീഷ് പറയോ? പറയാം. ഇത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആ ഭാഗത്തേക്ക് നമ്മൾ പോകും. ഞാൻ അപ്പൊ ആ ചോദ്യങ്ങളായിട്ട് തന്നെ പറയും കേട്ടോ. ഓക്കെ മാം. നിങ്ങൾ ആൻസർ ചെയ്തോളൂ. ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്?
അടുത്ത ക്വസ്റ്റ്യൻ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആസ്ഥാനം എവിടെയാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിന്ധു നദിയുടെ സംസ്കാരത്തിലെ ഏറ്റവും വലിയ നഗരം ഏത്? അടുത്ത ക്വസ്റ്റ്യൻ, മോഹൻജോദാരോയിൽ ഉദ്ഘാടന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരാണ്? അടുത്തത്, സിന്ധു നദീതട സംസ്കാരത്തിലെ തുറമുഖ നഗരം ഏത്? പോർട്ട് സിറ്റി. ഒരു 30 വരെയുള്ള ചോദ്യങ്ങൾ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. അപ്പം അടുത്തത് പറയുന്നത്, സിന്ധു നദീതട സംസ്കാരത്തിലെ തുറമുഖം പറഞ്ഞല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ, സിന്ധു നദീതട സംസ്കാരത്തിലെ കറുത്ത വളകൾ എന്നർത്ഥം വരുന്ന നഗരം ഏത്? മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്ന സിന്ധു നദീതട നഗരം ഏത്? എല്ലാ വീടുകളിലും കിണർ കണ്ടെത്തിയ സിന്ധു നദീതട നഗരം. ക്വസ്റ്റ്യൻ, ഒട്ടകത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സിന്ധു നദീതട നഗരം. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഓരോന്നിന്റെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് വേറെ വേറെ ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് അയച്ചു തരേണ്ടത്. ഇതിന്റെ ഓരോ എന്താ പറയാ എക്സ്കവേഷൻസ് നടത്തിയതിന്റെ സ്ഥലങ്ങള്, അത് അവിടെ നിന്ന് എന്താണ് കിട്ടിയത്, അത് ഞാൻ അയച്ചു തരാം. നിങ്ങൾ പ്ലേസും എന്താണെന്നുള്ളത് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. അത്രയും നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് അവിടെ ഉള്ളൂ. മനുഷ്യരോടൊപ്പം നായയെയും അടക്കം ചെയ്തിരുന്ന, അതൊന്നും അത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ഞാൻ ചോദിക്കാം. അടക്കം ചെയ്തിരുന്നതിന്റെ അവശിഷ്ടം കണ്ടെത്തിയ സിന്ധു നദീതട നഗരം ഏത്? മുപ്പത് ക്വസ്റ്റ്യൻ എന്നാ ഞാൻ പറഞ്ഞത് അല്ലേ. ആദ്യം നമുക്കൊരു 30 ക്വസ്റ്റ്യൻ വരെ ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഒന്ന് നോക്കാം. 17th ആൻസർ ഹരപ്പയാണ് കേട്ടോ. ഹരപ്പ. മെലൂഹ എന്ന് പറയുന്നത്, ചരിത്രകാരന്മാർ മെലൂഹ എന്ന് പറയുന്നത് ഹരപ്പയെയാണ് വിശേഷിപ്പിച്ചത്. ഇനി സിന്ധു നദീതട സംസ്കാരത്തിൽ ആദ്യം കണ്ടെത്തിയ നഗരം ഏതാണെന്നാണ് ചോദ്യം. അതേതാണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എനിവൺ? ആർക്കും അറിയില്ലേ? ഈ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചല്ലേ? ഫസ്റ്റ് എക്സ്കവേഷൻ ചെയ്ത് കണ്ടെത്തിയ സ്ഥലം. ഹരപ്പ. വെരി ഗുഡ്. തെറ്റിയാലും കുഴപ്പമില്ല, നിങ്ങൾ പറയാനുള്ളൊരു അറ്റംപ്റ്റ് നടത്തുക. ഹരപ്പയാണ്, കറക്റ്റ് ആണ്. ഇനി ഹരപ്പ ആദ്യമായി വിസിറ്റ് ചെയ്തൊരു വിദേശിയാണ്, ഫോറിനർ ആരാണെന്നാ ചോദിച്ചത്. ആർക്കെങ്കിലും അത് ഓപ്ഷൻ കണ്ടിട്ട് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചാൾസ് മേസൺ ആണ്. ചാൾസ് മേസൺ. ഇനി ഹരപ്പയിലെ ഉയർന്ന മൺകൂന കണ്ടെത്തിയത് ആരാണ്? അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹരപ്പയിലെ വിപുലമായ ഉത്ഖനനം നടത്തിയത്. അത് നിങ്ങൾക്ക് പറയണം, അതെന്തായാലും പറയണം. വെരി ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 21. യെസ്, ദയാറാം സാഹ്നിയാണ്. 22nd ക്വസ്റ്റ്യൻ എന്താണ്? പുരാവസ്തു ശാസ്ത്രത്തിന്റെ പിതാവ്. അത് നിങ്ങൾക്ക് അറിയാം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. സർ ജോൺ മാർഷൽ. സർ ജോൺ മാർഷൽ. ഉറപ്പാണോ? ഉറപ്പാണോ? അലക്സാണ്ടർ കണ്ണിഹാം അല്ലേ? അലക്സാണ്ടർ കണ്ണിഹാം എന്നാണ്. ഇനി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആസ്ഥാനം എവിടെയാണ്? ആരെങ്കിലും പറയും, തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല, പറഞ്ഞോളൂ. അറിയില്ലേ? ന്യൂഡൽഹിയാണ്, ന്യൂഡൽഹി. ഇനി സിന്ധു നദീതട സംസ്കാരത്തിലെ ഏറ്റവും വലിയ നഗരം ഏതാണ്? അത് അറിയുന്നതാണ്. അല്ലല്ല,
മോഹൻജോദാരോ ആണ്, മോഹൻജോദാരോ. നിങ്ങൾ സെക്കൻഡ് ചാപ്റ്റർ ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ലേ? ഇതൊക്കെ ടെക്സ്റ്റിൽ വളരെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അപ്പൊ അത് കാണിച്ചു തരാം. അതിന്റെ മുന്നേ ഞാൻ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ചത് നിങ്ങൾ എത്രത്തോളം ഈ സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനായിരുന്നു. അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ ഈ എക്സാമിന് പോലും വരും, വൺ വേർഡ് ആയിട്ടൊക്കെ. NMC എക്സാമിന് മാത്രല്ല കേട്ടോ, എല്ലാ എക്സാമിനും ഇത് വരുന്ന ഒരു ഭാഗമാണ്, PSCക്ക് പോലും. അടുത്ത ശ്രദ്ധിക്കാം. എത്രാമത്തെ ക്വസ്റ്റ്യൻ എത്തി നമ്മളിപ്പം? 26 എത്തിയോ? സിന്ധു നദീതട സംസ്കാരത്തിലെ തുറമുഖ നഗരം ഏതാണ്? ലോത്തലാണ്, ലോത്തൽ. ഇനി കറുത്ത വളകൾ എന്നർത്ഥം വരുന്ന നഗരം അതാർക്കാ പറയാൻ പറ്റുക? 27th. ഏകദേശം ഓപ്ഷൻ വായിച്ചാൽ തന്നെ ഉത്തരം കിട്ടുമല്ലോ. ആര് പറയുന്നില്ലേ? ആരെങ്കിലും ടൈപ്പ് ചെയ്യുന്നുണ്ടോ? കലിബംഗൻ. യെസ്, കാലിബംഗൻ. വെരി ഗുഡ്. ഈ മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്ന സിന്ധു നദീതട നഗരം അതും പറയാലോ. അത് മോഹൻജോദാരോ തന്നെയാണ് കേട്ടോ. ഇനി എല്ലാ വീടുകളിലും കിണർ കണ്ടെത്തിയ സിന്ധു നദീതട നഗരം ഏതാണ്? മോഹൻജൊദാരോ. അല്ല, കാലിബംഗനാണ്, കാലിബംഗൻ. പിന്നെ വരുന്നത് ഒട്ടകത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സിന്ധു നദീതട നഗരം, അതും കാലിബംഗനാണ് കേട്ടോ. ഇത് അതാ ചോദ്യങ്ങളൊന്നും ടെക്സ്റ്റിൽ ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അത് എവിടെയാണെന്നുള്ളത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എവിടെയാണ്, അതെന്താണ് എക്സ്കവേഷൻ നടത്തിയെന്നുള്ളത് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിലൊരു ചാർട്ടായിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ ഞാൻ അയക്കാം. അതിന്റെ മുന്നേ ഇതൊക്കെ എവിടെയാ വന്നപ്പോൾ ഇംഗ്ലീഷിൽ ചോദിച്ചില്ലേ, അതിനൊന്ന് പറയട്ടോ ഞാൻ ഇംഗ്ലീഷിലൊന്ന്. ഒരു മിനിറ്റ്. നിങ്ങൾ എവിടേക്കാ ശ്രദ്ധിക്കേണ്ട സെക്കൻഡ് ചാപ്റ്ററിൽ എന്ന് ഞാൻ പറയാൻ പോകുന്നത്. ബോറടിക്കുന്നുണ്ടോ? എല്ലാവരും ആൻസർ എഴുതിയാലൊക്കെ ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആയിരുന്നോ? ഈ ഒരു ഭാഗം നോക്കണം. ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആയിരുന്നോ നേരത്തെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ? ടൈപ്പ് ചെയ്ത് അയക്കൊന്ന്. കാണുന്നുണ്ടോ സ്ക്രീന്? സ്ക്രീന് കാണുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് ആൻസർ ചെയ്യണേ. ഓക്കെ. അപ്പൊ നിങ്ങള് ഈ ഒരു ബോക്സ് കണ്ടോ? എല്ലാവർക്കും ഫസ്റ്റ് ചാപ്റ്റർ എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നോ? റിപ്ലൈ ഒന്നുമില്ല. ഇത്ര ടഫാണോ സോഷ്യല്? വളരെ ഈസി ആയിട്ട് 35 മാർക്കും സുഖമായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. ശ്രദ്ധിക്കൂ കേട്ടോ. ഇവിടെ നോക്കൂ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അല്ലേ? ഏത് കാലഘട്ടത്തിലാണ്? ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഡ്യൂറിംഗ് ദ റീജൻ ഓഫ് ദി ബ്രിട്ടീഷ്. ബ്രിട്ടീഷ് ഭരണകാലത്താണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ. അവിടെ ദ ഫസ്റ്റ് എക്സ്കവേഷൻ വാസ് കണ്ടക്ടഡ് ഇൻ എവിടെയാണ്? ഹരപ്പ. ഹരപ്പ. ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഹരപ്പയിലാണ്. ഹരപ്പ ഈസ് പ്രസന്റ് ഇൻ എവിടെയാണ്? ഏത് രാജ്യത്താണ്? പാകിസ്ഥാൻ. ഹു ലെഡ് ദ എക്സ്കവേഷൻ ഇൻ ഹരപ്പ? ദയാറാം സാഹ്നി. ദയാറാം സാഹിനി. നോട്ട് ചെയ്യണേ. Who led excavation in Mohenjo-daro? DR ബാനർജി. RD ബാനർജി. DR അല്ല, RD ബാനർജി. ഓക്കെ. മോഹൻജോദാരോ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ഏത് രാജ്യത്തിലാണ് പ്രസന്റ്? പാകിസ്ഥാൻ. പാകിസ്ഥാൻ. ഡൗട്ട് ഉണ്ടോ ഇതുവരെ? ഇല്ല മാം. പിന്നെ ഈ മാപ്പ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ മാപ്പ് നിങ്ങൾ പഠിക്കന്നെ വേണം. അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഒരു ഹോംവർക്കാണിത്. ഈ ഓരോരോ ഇത് കണ്ടല്ലോ, ഇത് ഏത് സിവിലൈസേഷനിൽ, ഏത് രാജ്യത്താണ് ആ സിവിലൈസേഷൻ റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടെത്തി അതിൽ എഴുതണം. ഓക്കെ. ആ ഒരു വർക്ക് ചെയ്യല്ലോ എല്ലാവരും? ഓക്കെ മാം.
അത് എഴുതാൻ പറഞ്ഞത് എന്തുകൊണ്ടാ വെച്ചാല് അതൊന്നൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ തന്നെ ചെയ്ത് കണ്ടെത്തുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പഠിക്കാൻ ഈസി ആയിരിക്കും. എന്നിട്ട് അടുത്ത ക്ലാസ് ഞാനത് ഡിസ്കസ് ചെയ്യും. ആൻസർ കറക്റ്റ് ആണോ ചെക്ക് ചെയ്യും. പിന്നെ ഇവിടെ ശ്രദ്ധിക്കാം. ദ സിറ്റീസ് ഹാരപ്പ, മോഹൻജോദാരോ ആൻഡ് ലോത്താൽ. 3 സിറ്റീസിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിൽ പറയുന്നുണ്ട് അല്ലെ. ഹരപ്പ, മോഹൻജോദാരോ ആൻഡ് ലോത്താൽ. ആ 3 സിറ്റി റിലേറ്റ് ചെയ്ത ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടാകും. പിന്നെ വരുന്നൊരു ചോദ്യം വരാൻ സാധ്യത ഉള്ളത് ഡ്രെയിനേജ് സിസ്റ്റം. ഡ്രെയിനേജ് സിസ്റ്റം ശ്രദ്ധിക്കുക. ആ ഒരു ചോദ്യം അവിടുന്ന് പ്രതീക്ഷിക്കാം. ഇവിടെ ശ്രദ്ധിക്കാം. Evidences of rice cultivation have been uncovered from Rangpur and Lothal. ഇത് രണ്ട് ഏത് സ്റ്റേറ്റിലാണ്? ഗുജറാത്ത് ആണ് കേട്ടോ. റംഗ്പൂർ ആൻഡ് ലോത്താൽ സിറ്റുവേറ്റഡ് ഇൻ ഗുജറാത്ത്. ഇവിടെ കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്തിരുന്നു. അതുകൂടെ ശ്രദ്ധിക്കണം. മിസ് സ്ക്രീന് കാണുന്നില്ല. ആർക്കും കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നില്ല ആർക്കും? ഇല്ല മാം. കാണുന്നുണ്ടോ? കാണുന്നില്ല. സ്ക്രീൻ ഷെയർ ആവുന്ന ഓഫായി. ഓഫായ ഒരു മിനിറ്റ്. ഷെയർ ചെയ്യാം, ഒരു മിനിറ്റ്. മിസ് ഇപ്പൊ കാണുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ കാണുന്നുണ്ടല്ലോ. റംഗ്പൂർ ആൻഡ് ലോത്താൽ സിറ്റുവേറ്റഡ് ഇൻ ഗുജറാത്ത്. അത് ശ്രദ്ധിക്കുക. അവിടെ നിന്ന് കിട്ടിയ എവിഡൻസസ് റൈസ് കൾട്ടിവേഷൻ്റെതാണ് കേട്ടോ. റൈസ് കൾട്ടിവേഷൻ. കാലിബംഗൻ ഇൻ രാജസ്ഥാൻ. കാലിബംഗൻ എവിടെയാണ്? രാജസ്ഥാനാണ്. അവിടെ നിന്ന് നോക്കൂ. അവിടെ നിന്ന് അഗ്രികൾച്ചർ ഫീൽഡ് ഇൻ ദ വില്ലേജ് ഓഫ് ഫെർട്ടൈറ്റീസ് അലുവിയൽ സോയിൽ ഡെപ്പോസിറ്റഡ് ബൈ റിവർ ഇൻഡസ് വാലി. കാലിബംഗൻ ഇൻ രാജസ്ഥാൻ ഫാമിംഗ് ഡൺ ബൈ പ്ലഫിംഗ് ദ ലാൻഡ്. അപ്പൊ പ്ലഫിംഗ് ദ ലാൻഡ്, പ്ലഫിങ്ങിന്റെ അതായത് നിലം ഉഴുതു മറിക്കുന്നതിന്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുള്ളത് എവിടെ നിന്നാണ്? ഒരു ചോദ്യം വരാം. കാലിബംഗൻ, രാജസ്ഥാൻ. ശ്രദ്ധിച്ചു വെക്കണേ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ. Mesopotamian seals found from Harappa also provide evidences for the trade links. Trade links എന്ന് എന്താ? വ്യാപാരവുമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എവിഡൻസ് കിട്ടിയ സ്ഥലങ്ങളാണ് അവിടെ പറഞ്ഞത്. അതിന്റെ അർത്ഥം കണ്ടോ? അവിടെ ശ്രദ്ധിക്കൂ. The inscription discovered from Mesopotamian mentioned the trade relation with Meluha. മെലൂഹ എന്ന് പറഞ്ഞാൽ ഹാരപ്പയാണ്. അപ്പൊ ചരിത്രകാരന്മാരെ മെലൂഹ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഹാരപ്പേനെയാണ്. അതോടെ ശ്രദ്ധിക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു പോയിന്റ് ലോത്താൽ. വാസ് വൺ ഓഫ് ദി സെന്റർ ഓഫ് മാരിടൈം ട്രേഡ്. വിച്ച് വാസ് ദ വൺ ഓഫ് ദി സെന്റർ ഓഫ് മാരിടൈം ട്രേഡ്? ഒരു തുറമുഖ നഗരം ഏതാണ്? ലോത്താൽ. ഇപ്പൊ കണ്ടല്ലോ, നിങ്ങൾക്ക് ഇംഗ്ലീഷിലും ഇപ്പൊ പ്രശ്നമില്ലല്ലോ. ഇതിലെല്ലാ ചോദ്യങ്ങളും നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. ഇല്ലാത്തത് എന്താണെങ്കിലും നമ്മൾ തരും കേട്ടോ. ഈ കോപ്പർ മൈൻസ് അല്ലെ, കളക്റ്റഡ് കോപ്പർ ഫ്രം മൈൻസ് ഓഫ് കേത്രി. എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് നോക്കാനുള്ളത്. ഇത് കൂടാതെ കുറച്ച് കാര്യം കൂടെ നിങ്ങൾക്ക് ഇതുമായിട്ട് തരാനുണ്ട്. ഞാൻ തരാം. ഡൗട്ട് ഇല്ലല്ലോ ഈ ഭാഗത്തിൽ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? സെക്കൻഡ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യനുകൾ ആൻസർ ഡിസ്കസ് ചെയ്തത് കണ്ടല്ലോ. അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ ടെസ്റ്റ് പേപ്പർ പോലെ ചോദിക്കും. എല്ലാവരും എഴുതണം കേട്ടോ. ഡൗട്ട് ഉണ്ടോ? ഇന്ന് ഇപ്പൊ പറഞ്ഞതിൽ എന്ത് ഡൗട്ട് ഉണ്ടോ? ഇല്ല മാം. ഓക്കെ. ഗ്രീറ്റ് ബാത്ത് എവിടുന്നാണ്? മോഹൻജോദാരോ ആണ് കേട്ടോ. ഗ്രീറ്റ് ബാത്ത് മോഹൻജോദാരോ. ഇതൊക്കെയാണ് ഇതിൽ ചോദിക്കാനുള്ളത്. പ്രധാനമായിട്ട് ഇതിൽ വരുന്ന ചോദ്യം എന്തായിരിക്കാന്നറിയോ? നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ എവിഡൻസ് കിട്ടിയിട്ടുള്ളത് എന്നാണ്. ഓരോ എവിഡൻസസ് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല, ഓരോന്നും കിട്ടിയത് ഏത്
സ്ഥലത്തു നിന്നാണ്, അല്ലെങ്കിൽ ഈ സ്ഥലം എവിടെ, ഏത് രാജ്യത്താണ്. ഇപ്പൊ ഹാരപ്പ എവിടെയാണ്, ഹാരപ്പയുടെ തീരത്തൂടെ ഒഴുകുന്ന നദിയുടെ പേരെന്താണ്, മോഹൻജാദാരോന്റെ തീരത്തൂടെ ഒഴുകുന്ന നദിയുടെ പേരെന്താണ്. അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഒക്കെ ഞാൻ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ആയിട്ടൊരു ബോറടിക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നലെ അപ്പൊ ഞാൻ കുറച്ചൊരു കറണ്ട് അഫയേഴ്സിലേക്ക് കിടക്കാൻ വിചാരിക്കുകയാണ് കേട്ടോ. അതിന്റെ മുന്നേ ഒരു കാര്യം പറയാം. ഇന്നലെ തരാത്ത കുറച്ച് കറണ്ട് അഫയേഴ്സും കൂടെ നമുക്ക് ഉൾപ്പെടുത്താം. ഇന്നലെ വന്ന കുറച്ച് കറണ്ട് അഫയേഴ്സ് ഉണ്ട്, വരാത്തവർക്ക് വേണ്ടി പെട്ടെന്ന് പറഞ്ഞു പോവാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? Dr. B.R. Ambedkar. Ambedkar. How many fundamental rights are guaranteed by the Indian Constitution? 6. Where does the Republic Day parade start from? Rashtrapati Bhavan. Who will be the chief guest for the Republic Day parade in 2024? Emmanuel Macron. Emmanuel Macron, ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആണ്. When did the Constituent Assembly approved on the Indian Constitution? 1949 November 26. Very good. What is described as the essence and key of the Indian Constitution? The preamble. Preamble. ആമുഖത്തെ കുറെ വിശേഷിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ആമുഖത്തെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആമുഖത്തെ എന്താ പറയാ, ഹൃദയവും താക്കോലും എന്ന് പറഞ്ഞിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ പൻകിവാല വിശേഷിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ആമുഖത്തെ കുറിച്ചിട്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഐഡന്റിറ്റി കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് പൻകിവാലയാണ്, NA പൻകിവാല. ശ്രദ്ധിക്കുക. ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? അതിപ്പോ ചോദിച്ചു അല്ലെ. ഇനി നെക്സ്റ്റ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ഇൻക്ലൂഡഡ് വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? Part 3. Okay. Fundamental duties are adopted in which country? USA. USA. ഞാൻ താഴെ നിന്നൊരു ചോദ്യം ചോദിച്ചപ്പോ നിങ്ങൾ തെറ്റിച്ചില്ലേ. റഷ്യ. റഷ്യ. Who prepared the preamble of Indian Constitution? ജവഹർലാൽ നെഹ്റു. Okay. അങ്ങനെയാണ് പൗരത്വം കേട്ടിട്ടുണ്ടോ? യെസ്. ആ പൗരത്വം എന്നുള്ള വേർഡ് എവിടെ നിന്നാണ് കടമെടുത്തത്? ബ്രിട്ടൻ എന്നാണ് കേട്ടോ. ഇല്ല, ചോദ്യമില്ല. ഫ്രം വിച്ച് കൺട്രി ഇന്ത്യ അഡോപ്റ്റഡ് ഫണ്ടമെന്റൽ റൈറ്റ്? USA. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് കെയിം ഇൻ ടു ഇഫക്റ്റ് ഓൺ 26 January 1950. Fundamental duties are included in which part of Indian Constitution? അങ്ങനെയാണ്. ആർട്ടിക്കിൾ ഏതാണ്? ആരാ പറയാം? മിടുക്കരാരോ നോക്കട്ടെ. ആരെങ്കിലും ടൈപ്പ് ചെയ്ത് അയച്ചോ? 12 to 35. എങ്ങനെയാ ഫണ്ടമെന്റൽ ഡ്യൂട്ടി വരിക? 21 ആർട്ടിക്കിൾ അല്ല, അത് മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21. 21A ആണെങ്കിലോ വിദ്യാഭ്യാസത്തിനുള്ള ആർട്ടിക്കിളാണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിട്ട് റിലേറ്റ് ചെയ്ത ആർട്ടിക്കിൾ 51A ആണ്. 51A. ഓക്കെ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ അഡോപ്റ്റഡ് ഇൻ വിച്ച് കൺട്രി? USSR. ഡൗട്ട് ഇല്ലല്ലോ ആർക്കും? ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് പറഞ്ഞ പറയുമ്പോ നിങ്ങൾക്ക് ബോറടിക്കും, അതാ ഞാൻ ചോദിക്കുന്നത്. ഇതൊക്കെ ഇന്നലെ ഡിസ്കസ് ചെയ്തു, കിട്ടാത്ത കുട്ടികൾക്കാണ് പറയുന്നത്. പക്ഷെ ഇന്ന് പുതിയ കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. സെക്കൻഡ് ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങളുടെ എണ്ണം എല്ലാവർക്കും അറിയാലോ, ഇന്നലെ പറഞ്ഞതാണ്. 117. അതിൽ 7 മലയാളി താരങ്ങളാണുള്ളത്. 147 ഒഫീഷ്യൽസ് ഉണ്ട്. 117. യെസ്, 117. പിന്നെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആരാണ്? PT ഉഷ. ഇനി ഒരു ചോദ്യത, 2024 സമ്മർ ഒളിമ്പിക്സ് ഗെയിമിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം? പാരീസ്.
2024 പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം നേടിയ രാജ്യം? ചൈന. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒളിമ്പിക്സിൽ പ്രീ ക്വാർട്ടർ ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ ടേബിൾ ടെന്നീസ് താരം? മണിക ബത്ര. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒളിമ്പിക്സിൽ പതാക വാഹകരെ PV സിന്ധു അറിയാലോ, അതിൽ കണ്ടല്ലോ അല്ലെ. ഇനി ലാസ്റ്റ് ആരായിരിക്കും പതാക വാഹകരായിട്ടുണ്ടാവുക? മനു ബക്കർ. വെരി ഗുഡ്, വെരി ഗുഡ്. PR ശ്രീജേഷ് ഇപ്പൊ ഇപ്രാവശ്യത്തോടു കൂടി എന്ത് ചെയ്യാണ്? വിരമിക്കാം. യെസ്, വെരി ഗുഡ്. വിരമിക്കുകയാണ് അല്ലെ. ഇനി എല്ലാവർക്കും ട്രെയിനിങ് ഒക്കെ കൊടുക്കും. അതൊന്നും ചോദ്യമായിട്ട് വരില്ല, ഞാൻ പറഞ്ഞെന്നുണ്ടോ റിലേറ്റഡ് ഫാക്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് മനു ബാക്കർ ആണ് അല്ലെ. മനു ബാക്കർ എവിടെ? ഹരിയാന സ്വദേശിയാണ്. ഏത് ഇനത്തിനാണ് കിട്ടിയത്? എയർ പിസ്റ്റളിലാണ്. വെങ്കല മെഡലാണ് കിട്ടിയത്. പിന്നെ പാരീസ് ഒളിമ്പിക്സിലെ ഉദ്ഘാടന ചടങ്ങിന്റെ പ്രത്യേകത എന്താണ്? ചരിത്രത്തിൽ ആദ്യമായി സ്റ്റേഡിയത്തിന് പുറത്ത് ഉദ്ഘാടനം നടക്കുന്നത്. ഒരു നദീതീരത്താണ്, സീൽ നദി. ഇനി പാർലമെന്റ് മന്ദിരത്തെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. ചോദിക്കട്ടെ, പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ശില്പി ആരാണ്? ഒരുപാട് ചോദ്യങ്ങൾ ഇതൊന്നും വേണ്ട. ആരായിരിക്കാം? അതിൽ ഉത്തരമുള്ളതുകൊണ്ട് വായിക്കാൻ സുഖമുണ്ട് അല്ലെ. ബിമൽ ഹസ്മുഖ് പട്ടേലാണ് അല്ലെ. എന്നാണ് പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത്? 2023 മെയ് 28. അതിന്റെ ടോട്ടൽ സിറ്റിംഗ് കപ്പാസിറ്റി 1272 ആണ്. ലോകസഭ സീറ്റിംഗ് കപ്പാസിറ്റി 888 ആൻഡ് രാജ്യസഭ സീറ്റിംഗ് കപ്പാസിറ്റി 384. അതിന്റെ നിലകൾ അങ്ങനെയൊന്നും വേണ്ട. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഈ പാർലമെന്റ് മന്ദിരത്തിന്റെ ശില്പി ആരാണ്, ആർക്കിടെക്ട് ആരാണ് എന്നാണ് ചോദ്യം വരിക. വിമൽ ഹസ്മുഖ് പട്ടേൽ. ഡൗട്ട് ഇല്ലല്ലോ. പിന്നെ ദേശീയ പക്ഷിയായ പീകോക്ക് ആണ് എവിടുത്തെ തീം? പുതിയ ലോകസഭാ മന്ദിരത്തിന്റെ തീം. ദേശീയ പുഷ്പം താമര അടിസ്ഥാനമാക്കിയാണ് പുതിയ രാജ്യസഭാ മണ്ഡലത്തിന്റെ തീം തയ്യാറാക്കിയത് കേട്ടോ. പിന്നെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ പേരെന്താണ്? അത് ചോദിക്കാം. സൻസദ് ഭവൻ. സൻസദ് ഭവൻ. ഡൗട്ട് ഇല്ലല്ലോ. അതേ ഉള്ളൂ, പിന്നുള്ളൊന്നും ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഞാൻ പ്രധാനപ്പെട്ട മാത്രങ്ങളോട് ശ്രദ്ധപ്പെടുത്തി അല്ലേ. ഇന്നൊരു കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദിച്ചോട്ടെ. ഇതുവരെ പറഞ്ഞതിൽ ആരെങ്കിലും കേൾക്കാത്തയോ കാണാത്തയോ ഡൗട്ട് ഉള്ളതോ ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ക്ലിയർ ആണ്? അല്ലെങ്കിൽ ഫോൺ വെച്ചിട്ട് എവിടെയും പോയോ? ശ്രദ്ധിക്കുന്നില്ല എല്ലാരും? നിങ്ങൾക്ക് ഇതൊക്കെ ചോദ്യങ്ങളായിട്ട് വരും, ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും തീർച്ചയായിട്ടും. ഇതല്ല കറണ്ട് അഫയേഴ്സ് ഒരുപാട് ചോദ്യങ്ങളല്ല ഞാൻ പറയുന്നത്. നിങ്ങളെ ചാപ്റ്റർ വൈസ് ആയ ചോദ്യങ്ങൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തതൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. അതിൽ നിന്ന് ചോദ്യങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പൊ 2024 ജൂലൈയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായത് നമുക്കറിയാം. വയനാട് മുണ്ടക്കൈ ചൂരൽ മല അല്ലേ. ഇന്നലെ സാറൊരു ചോദ്യം ചോദിച്ചല്ലോ, അതുമായി നടന്ന ഓപ്പറേഷൻ ഏതാണ്? സൺറൈസ്. ഓക്കെ. ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടാകുന്ന 19 സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 6. നമുക്കറിയാം ബെയിലി പാലം അല്ലെ. ബെയിലി പാലം അവിടെ ആരാ നിർമ്മിച്ചത്? അടിയന്തര ഘട്ടങ്ങളിൽ സൈനികർ നിർമ്മിക്കുന്ന കാശ്മീരിലാണ് ഇത് ആദ്യമായിട്ട് ഇന്ത്യയിൽ ചെയ്തതെന്നാണ് എൻ്റെ ഒരു റിപ്പോർട്ട്. അത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. പ്രധാനപ്പെട്ട നിങ്ങൾക്ക് അത്രമാത്രം ഒന്നും ഡീപ്പായിട്ട് വേണ്ട, നിങ്ങളൊന്ന് സെർച്ച് ചെയ്യാം. അപ്പൊ ബെയിലി പാലം നിർമ്മിച്ചത് ആരാന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഡൊണാൾഡ് ബെയിലിയാണ് ആദ്യം ഈ കൺസെപ്റ്റ് കൊണ്ടുവന്നത്. നിങ്ങൾക്കറിയാം ഇപ്പൊ ഗാദർ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് വളരെയധികം ചർച്ചയായ വിഷയങ്ങളാണ്. അറിയാം അല്ലെ. കേരളത്തിലെ 12ാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ച് ഇനി 9ലും 8ലും 9ലൊക്കെ എക്സാമിന് മാർക്ക് വേണം, എന്നാലേ ഉള്ളൂ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതൊക്കെ റിപ്പോർട്ട് നിങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് കണ്ടിട്ടുണ്ടാവും. TV-യിലൊക്കെ വാർത്ത കേൾക്കുന്നവർക്ക്, പത്രം വായിക്കുന്നവർക്കൊക്കെ. അപ്പൊ ഇത് നോക്കാം. അങ്ങനെ കേരളത്തിലെ 12ാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ഏത്? ഖാദർ കമ്മിറ്റിയാണ് കേട്ടോ. അതിൽ വേറെ ക്വസ്റ്റ്യൻ കണ്ടോ? വയനാട്ടിലെ ദുരന്ത സമയത്ത് ബെയിലി പാലം നിർമ്മിച്ച സൈനിക സംഘത്തിലെ ഏക വനിത
ആ മേജർ സീത അശോക് ശിൽക്കയാണ് കേട്ടോ എൻ്റെ ആൻസർ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ ഇന്നത്തെ ക്ലാസ്സിൽ? എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് നോട്ടുള്ള ഞാൻ അത് ഗ്രൂപ്പിൽ അയക്കുന്നുണ്ട് കേട്ടോ. അതായത് ക്വസ്റ്റ്യൻ്റെ അല്ല ഞാൻ അയക്കാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിക്കുക. പഠിക്കേണ്ട സ്ഥലങ്ങളും ആ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വളരെയധികം ശ്രദ്ധിച്ച് പഠിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരിക. അപ്പം എവിടെയൊക്കെ ശ്രദ്ധിക്കണം, ഏത് രീതിയിൽ ശ്രദ്ധിക്കണം എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ചാപ്റ്ററിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഓരോ എവിഡൻസസ് എവിടെ നിന്നൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ മോഹൻജോദാരോ, ഹാരപ്പ, കാലിബംഗൻ, ലോത്തൽ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ സൈറ്റുകളാണ്. ഇനി ഞാൻ പറഞ്ഞൊരു ഹോംവർക്ക് ഉണ്ടല്ലോ, അത് ചെയ്യണം. അത് അടുത്ത ക്ലാസ്സിൽ എന്തായാലും ചെയ്യണം. ആ ഒരു മാപ്പ് നോക്കിയിട്ട് ഓരോന്ന് ഏതൊക്കെ കൺട്രിയാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാൻ ഗ്രൂപ്പിൽ ചോദിക്കാം, എന്നാലും കുഴപ്പമില്ല.